വിശദമായ വാർത്തകളിലേക്കാണ്. വന്ദേമാതരത്തെ അധിക്ഷേപിച്ചാൽ ഇനി കടുത്ത ശിക്ഷ. രാജ്യസഭയ്ക്ക് പിന്നാലെ വന്ദേമാതരം ബിൽ ലോക്സഭയും പാസാക്കി. ശബ്ദ വോട്ടിലാണ് ബില്ല് പാസ്സായത്. അതേസമയം പരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ബില്ല് അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി നന്ദഗോപനുണ്ട്. നന്ദൻ, ലോക്സഭയും പാസ്സാക്കിയിരിക്കുകയാണ് വന്ദേമാതരം ബിൽ. ഇനി കടുത്ത ശിക്ഷയാണ്. അതായത് വന്ദേമാതരം എന്ന് കേൾക്കുന്നവർക്ക് ഹാലിളകിയിട്ട് കാര്യമില്ല, കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായി വരും. വിവരങ്ങൾ രഹി, പ്രിവെൻഷൻ ടു ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ, അതായത് ദേശീയ ചിഹ്നങ്ങളെയും ഗാനങ്ങളെയും ഒക്കെ അപമാനിക്കുന്നതിന് അതിനെ വിലക്കുന്ന ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിലും പാസ്സായിരിക്കുന്നത്. നേരത്തെ രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയിരുന്നു. ഇന്നിപ്പോൾ ലോക്സഭയിലും ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സായിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതിയുടെ കൂടി അംഗീകാരം ലഭിക്കുന്നതോടുകൂടി വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതോ വലിയ കുറ്റകരമായി മാറുന്ന നിയമം രാജ്യത്ത് നടപ്പിലാകും. അതായത് 3 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമായി വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്ന കുറ്റം മാറുകയാണ്. അങ്ങനെ വളരെ നിർണായകമായ ബില്ല് ലോക്സഭയും കടന്നിരിക്കുകയാണ്. നേരത്തെ ഇന്നലെ രാജ്യസഭയിൽ ആ ബില്ല് പാസ്സായിരുന്നു. ഇപ്പോൾ ലോക്സഭയിലും ചർച്ചകൾക്ക് ശേഷം ബില്ല് പാസ്സായിരിക്കുകയാണ്. ഈ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ ഈ നിർണായക തീരുമാനമെടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ UPA സർക്കാർ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകിയില്ല എന്ന് മാത്രമല്ല, വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാജ്യത്ത് ഈ വന്ദേ മാതരം അത് ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ ഭാരതം എന്നുള്ള വികാരം വീണ്ടും വീണ്ടും ഉണർത്തുമെന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശിരകളിൽ ഊർജം പടർത്തിയ വന്ദേ മാതര ഗാനം അത് രാജ്യത്തിൻ്റെ ദേശീയ ഗീതമായി മാറിയിരിക്കുകയാണ്. ദേശീയ ഗാനത്തോടൊപ്പം അർഹമായ പ്രാധാന്യം ഇപ്പോൾ ദേശീയ ഗീതത്തിനും നൽകിയിരിക്കുകയാണ്. അങ്ങനെ വളരെ നിർണായകമായൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോക്സഭയിലും ഈ ബില്ല് പാസ്സായിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിൽ പരീക്ഷാ ഭേദഗതി ബില്ല് ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ജിതേന്ദ്ര സിംഗ്, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെയാണ് രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിച്ചത്. നേരത്തെ ഇന്നലെ ലോക്സഭ ഇത് ശബ്ദ വോട്ടോടുകൂടി ഈ പരീക്ഷാ ഭേദഗതി ബില്ല് പാസ്സാക്കിയിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി രാജ്യസഭയും ഈ ബില്ല് പാസ്സാക്കും. പിന്നീട് രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രപതി കൂടി ഇതിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ പരീക്ഷാ ഭേദഗതി ബില്ല് നിയമമാകും എന്നുള്ളതാണ് നിർണായകം. അതായത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി ക്രമക്കേട് നടത്തുന്നവർക്ക് 10 വർഷം വരെ കഠിന തടവും അതേപോലെ തന്നെ 10 കോടി രൂപ വരെ പിഴയും ചുമത്താവുന്ന കുറ്റമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ ഭാവി തലമുറയായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെ കൂടുതൽ സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാവി കരുതിക്കൊണ്ട് വളരെ ചടുലമായ നീക്കത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും എത്തിച്ചത്. ശരി, എന്തായാലും വന്ദേ മാതരം ബില്ല് ലോക്സഭയിലും പാസ്സായിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടുന്നതോടുകൂടി ഇതൊരു നിയമമായി മാറും. വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ബിൽ. ഒപ്പം തന്നെ പരീക്ഷാ ഭേദഗതി ബില്ല് ഇപ്പോൾ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. അതിനുശേഷം ബില്ല് രാജ്യസഭയിലും പാസ്സാകും. അതിനുശേഷം രാഷ്ട്രപതിയിലേക്കായിരിക്കും പോവുക തീരുമാനത്തിന്. അതിനുശേഷം അതും നിയമമായി മാറും എന്നുള്ളതാണ്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.